നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഇന്ത്യൻ പൊളിറ്റിക്കൽ ത്രില്ലേഴ്സ് പാർട്ട് 1. ലിസ്റ്റിൽ ഫസ്റ്റ് മൂവി ആർട്ടിക്കിൾ 15. ഉത്തർപ്രദേശിൽ നടക്കുന്ന ഒരു കാസ്റ്റ് ബേസ്ഡ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ. ഒരു IPS ഓഫീസർ കറപ്റ്റ് സിസ്റ്റത്തിനെ ചാലഞ്ച് ചെയ്യുന്ന ഡാർക്ക് റിയലിസ്റ്റിക് ത്രില്ലർ. ആർട്ടിക്കിൾ 15 നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. സെക്കൻഡ് മൂവി മദ്രാസ് കഫേ. ജോൺ അബ്രഹാം നായകനായിട്ടുള്ള ഒരു ഹിന്ദി മൂവിയാണിത്. ശ്രീലങ്കൻ സിവിൽ വാറിന്റെ ബാക്ക്ഡ്രോപ്പിൽ ഒരു റോ മിഷൻ, പൊളിറ്റിക്കൽ കോൺസ്പിറസി, അസാസിനേഷൻ പ്ലോട്ട്, ഒരു സീറ്റഡ് ത്രില്ലർ എന്നൊക്കെ പറയാം. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു മൂവിയാണിത്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. തേർഡ് മൂവി 2011 KV ആനന്ദ് സംവിധാനം ചെയ്ത കോ. ജീവയാണ് ഈ സിനിമയിൽ നായകനായിട്ടുള്ളത്. ജീവയുടെ കരിയർ ബെസ്റ്റ് മൂവീസിൽ ഒന്നാണ് കോ. ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് കറപ്ഷനെ എക്സ്പോസ് ചെയ്യുമ്പോൾ പൊളിറ്റിക്സിൽ പെട്ടുപോകുന്നതാണ് സിനിമയുടെ കഥ. എലക്ഷൻ, ബിട്രയൽ, പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് നല്ല കിഡിലൻ ട്വിസ്റ്റ് ഒക്കെ ഉള്ളതാണ്. സോ ഈ ഒരു സിനിമ നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരും കണ്ടിട്ടുള്ളതായിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു തമിഴ് മൂവിയാണിത്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ലിസ്റ്റിൽ ഫോർത്ത് മൂവി നായാട്ട്. 2021 റിലീസായിട്ടുള്ള ഈ ഒരു സിനിമ ഇലക്ഷൻ ടൈമിൽ പൊളിറ്റീഷ്യൻസിന്റെ സർവൈവലിന് വേണ്ടി പോലീസ് ഓഫീസേഴ്സിനെ ബലിയാക്കുന്ന ഒരു സ്റ്റോറിയാണ്. വളരെ റിയലിസ്റ്റിക്കും അതുപോലെ വളരെ ഇൻറ്റൻസും ആയിട്ടുള്ള ഒരു ത്രില്ലർ മൂവിയാണിത്. സോ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മലയാള ചിത്രമാണിത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ സ്ട്രീം ചെയ്യുന്നത്. ഫിഫ്ത്ത് മൂവി സർക്കാർ. 2005 രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൽ അമിതാഭ് ബച്ചനൊക്കെയാണ് കേന്ദ്ര കഥാപാത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. മുംബൈ പൊളിറ്റിക്സിലെ പവർ ഇൻഫ്ലുവൻസും റിവെഞ്ചും ഒരു വൺ മാൻ കൺട്രോളിങ് ദി സിസ്റ്റം, ഒരു പ്യുവർ പൊളിറ്റിക്കൽ ഡോമിനൻസ് ആണ് ഈ ഒരു സിനിമ. സോ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഹിന്ദി മൂവിയാണ്. ഗംഭീര പെർഫോമൻസ് ആണ് കാസ്റ്റിൻ്റെയൊക്കെ. സോ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഈ ലിസ്റ്റിൽ ഏതെല്ലാം സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം കൂടെ കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.